കർത്താവിൽ ബലപ്പെട്ട് അനുദിനം വളരുന്ന ഓരോ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയുള്ളതും ആറ്ററമ്പത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ജീസസ് എവരിഡേ കാണുന്ന എല്ലാവരും ഒരു ആറ്ററമ്പത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാകണം. 1-ാം സങ്കീർത്തനം പറയുന്നു, അവൻ തൊടുന്നതൊക്കെ സാധിക്കുന്നു. ആര്? ദൈവവചനത്തിൽ ആരംഭിക്കുന്നവർ, ദൈവവചനത്തിൽ നിന്ന് വലിച്ചു കുടിക്കുന്നവർ, സ്ഥിരമായി ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവർ, അവർ തഴച്ചു വളരും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിര് പോലെയാണ്. അതായത് ദൈവമില്ലാത്തവർ. ദൈവമുള്ളവനോ രാപ്പകൽ ദൈവവചനം ധ്യാനിക്കും, അവന് പ്രാർത്ഥനാ ജീവിതമുണ്ട്, അവൻ വിജയിയായി മാറും. ഉഷ്ണം തട്ടുമ്പോൾ അങ്ങനെയുള്ളവർ പേടിക്കില്ലെന്ന് യിരെമ്യാ പ്രവചനം 17 പറയുന്നു. ഇങ്ങനെയുള്ളവരെ തളർത്താൻ ആർക്കും കഴിയില്ല. ചിലർ പറയില്ല, ഞാനങ്ങോട്ട് ക്ഷീണിച്ചു, ഞാനങ്ങോട്ട് മടുത്തു. ഇല്ല, ദൈവവചനത്തിൽ നിലനിൽക്കുന്നവർക്ക് ക്ഷീണിക്കാനും പറ്റില്ല, തളരാനും കഴിയില്ല. കാരണം നമ്മൾ ആരുമായിട്ടാണ് കണക്റ്റ് ആകുന്നത്? ദൈവത്തോടു കൂടെയാണെങ്കിൽ ദൈവം ക്ഷീണിക്കുന്നില്ലല്ലോ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ക്ഷീണിക്കാൻ കഴിയില്ല, മടുക്കാൻ കഴിയില്ല, തളരാൻ കഴിയില്ല. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ഈ ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് ആശ്രയിക്കാൻ കർത്താവ് കൃപ തരട്ടെ. പൗലോസും പത്രോസും ഒക്കെ ക്ഷീണിച്ചു പോയിരുന്നെങ്കിൽ നമുക്ക് എത്ര ലേഖനങ്ങൾ നഷ്ടമായി പോയേനെ. അവരാ ലേഖനത്തിൽ എഴുതി വെച്ചാനെ, മടുത്തട്ടോ, ഞങ്ങളൊക്കെ നിർത്തുകയാണ്, പരിപാടി നിർത്തുകയാണ്, എല്ലാം പൂട്ടിക്കെട്ടുകയാണ് എന്നൊന്നും ഒരു ലേഖനത്തിലും എഴുതിയിട്ടില്ല. എന്നാൽ ഏത് മടുപ്പുള്ളവൻ്റെ മടുപ്പ് മാറ്റുന്നതാണ് ജയിലിൽ കിടന്ന് എഴുതിയ പൗലോസിൻ്റെ ലേഖനങ്ങൾ. എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസി ലേഖനം, ഫിലമോൻ്റെ ലേഖനം, ഇതെല്ലാം ജയിലിൽ കിടന്ന് എഴുതിയതാണ്. മടുത്തെഴുതിയതല്ല, മടുപ്പിക്കുന്ന അന്തരീക്ഷത്തിലും പ്രതീക്ഷകൾ കൊണ്ട് എഴുതിയതാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. ഇതുപോലെ മടുപ്പുകളെ പുറത്തെറിയുന്ന ചില സന്ദേശങ്ങൾ നിങ്ങളുടെ തൂലികയിൽ ചലിക്കട്ടെ, നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരട്ടെ. കർത്താവിൽ നമുക്ക് അടിയുറച്ച് ആശ്രയിക്കാം. ഇന്നത്തെ ആരാധന നമുക്ക് കർത്താവിൽ ഒത്തിരി സന്തോഷിക്കാൻ കൃപ തരട്ടെ. ആമേൻ. എൻ ബലഹീനതയിൽ ബലവാൻ നീ, തിരുവചനം എന്റെ നിക്ഷേപം, അങ്ങാണൻ സർവ്വവും. ഈ ലോകത്തിൻ്റെ ധനത്തേക്കാൾ വിലയേറിയത് ഞാൻ നേടി, അങ്ങാണൻ സർവ്വവും. എൻ ബലഹീനതയിൽ ബലവാൻ നീ, തിരുവചനം എന്റെ നിക്ഷേപം, അങ്ങാണൻ സർവ്വവും. ഈ ലോകത്തിൻ്റെ ധനത്തേക്കാൾ വിലയേറിയത് ഞാൻ നേടി, അങ്ങാണൻ സർവ്വവും. യേശുവേ ദൈവകുഞ്ഞാടേ,
എല്ലാം ക്രൂശിൽ വഹിച്ചു. അങ്ങാണെൻ സർവവും. വീഴ്ചകളെന്തു വന്നാലും തിരുക്കരങ്ങൾ എന്നെ താങ്ങും. അങ്ങാണെൻ സർവവും. എൻ പാപത്തിൽ എന്റെ പാപത്തിൻ നിന്ദ എല്ലാം ക്രൂശിൽ വഹിച്ചു. അങ്ങാണെൻ സർവവും. വീഴ്ചകളെന്തു വന്നാലും തിരുക്കരങ്ങൾ എന്നെ താങ്ങും. അങ്ങാണെൻ സർവവും. യേശുവേ, യേശുവേ, ദൈവകുഞ്ഞാടേ, തിരുനാമം എത്ര യോഗ്യമേ. യേശുവേ, ദൈവകുഞ്ഞാടേ, അങ്ങെന്നും യോഗ്യനേ. യേശുവേ, ദൈവകുഞ്ഞാടേ, തിരുനാമം എത്ര യോഗ്യമേ. യേശുവേ, ദൈവകുഞ്ഞാടേ, അങ്ങെന്നും യോഗ്യൻ. യേശുവേ, ദൈവകുഞ്ഞാടേ, തിരുനാമം എത്ര യോഗ്യമേ. യേശുവേ, ദൈവകുഞ്ഞാടേ, അങ്ങെന്നും യോഗ്യൻ. യേശുവേ, അങ്ങെന്നും യോഗ്യൻ. ദൈവവചനം കേൾക്കാൻ എത്ര പേര് തയ്യാറാണ്? ദൈവവചനം കേൾക്കുന്തോറും നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. കേൾക്കുക എന്നുള്ളത് വലിയൊരു പദവിയാണ്. പറയുക എന്നുള്ള പദവി പോലെ തന്നെ കേൾക്കുക എന്നുള്ളത് ദൈവം ആക്കിയതാണ്. നിനവെ പട്ടണത്തിൽ 1,20,000 പേര് ദൈവവചനം കേൾക്കാനുണ്ടായിരുന്നു. എന്നാൽ ഒരുവൻ പറയാൻ തയ്യാറായില്ല. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ദൈവം അവനെ പിന്മാറിപ്പോയ നിനവയിൽ നിന്ന് തർശീശിലേക്ക് പോയി അവനെ കടലിൽ ചാടിച്ച് ഒരു മത്സ്യത്തിൻ്റെ വായിൽ കയറ്റി. നിനവെ കടൽ തീരത്ത് ആ മത്സ്യം അവനെ ഛർദ്ദിച്ചു. അവൻ ഒരു ദിവസത്തെ വഴിദൂരം മുന്നോട്ട് നടന്നിട്ട് നിനവയിൽ ചെന്ന് ഇത് പ്രസംഗിക്കാതെ ദൈവം അവനെ വിട്ടില്ല. കാരണം കേൾക്കാനുള്ളവരുണ്ടായിരുന്നു. കേൾക്കാനുള്ളവർ ഉള്ളിടത്ത് പറയാനുള്ളവരെ ദൈവം വെറുതെ വിടത്തില്ല. അപ്പോൾ കേൾക്കാനുള്ള നിങ്ങളുള്ളത് കൊണ്ട് പറയാനുള്ള എനിക്ക് ദൈവം വിശ്രമം തരില്ല. നിങ്ങൾ കേൾക്കുന്നവരാണ്. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇത് കേൾക്കുന്നത് കൊണ്ട്, കേൾവിയാണ് ദൈവഭയം കൊണ്ടുവരുന്നത്. നിനവയിലുള്ള ജനങ്ങൾ മുഴുവനും ദൈവത്തെ ഭയപ്പെട്ടു. അവരൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. മനുഷ്യനും മൃഗങ്ങളും രാജാവും സകലരും ഭക്ഷണമോ വെള്ളമോ കുടിക്കില്ല, ചാക്ക് ധരിച്ച് തറയിലിരിക്കണം, ചാരത്തിലിരിക്കണം. അവരത് ചെയ്തു. പാവം മൃഗത്തിന് എന്തറിയാ? ആട് പറയും ബേ, പശു പറയും ഉമ്പാ. അതും ഒരു പ്രാർത്ഥനയാക്കി അവരങ്ങോട്ട് അംഗീകരിച്ചു. നീയൊക്കെ
അങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവർക്കൊന്നും മനസ്സിലായില്ല. ആടിനും മൃഗങ്ങൾക്ക്, ജീവികൾക്കൊന്നും മനസ്സിലായിട്ടില്ല. മനുഷ്യർക്ക് മനസ്സിലായി. എന്നാൽ അവർ തീരുമാനമെടുത്തു, ഞങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കുന്നില്ല. മൃഗങ്ങളാണെങ്കിലും ഈ ഒരു കാര്യം ദൈവത്തിന് വലിയ പ്രസാദം. ദൈവത്തിന് അറിയാം, വചനം സ്വീകരിക്കാനുള്ളവരാണ് നിനവെ പട്ടണക്കാർ. അവരിതുവരെയും മഹാപാപം ചെയ്തതും അവരുടെ പാപം ദൈവസന്നിധിയിൽ എത്തിയതും അവരോടത് പറയാൻ ആരും ഇല്ലാഞ്ഞിട്ടാണ്. പറയാനുള്ളവൻ വേറെ വഴിക്ക് പോവുകയാണ്. ഇല്ല, പറയാനുള്ളവനെ വിടില്ല. കാരണം കേൾക്കാനുള്ളവർ ഉള്ളിടത്ത് പറയാനുള്ളവനെ ദൈവം ഒരുക്കിയെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കാനും ദൈവത്തെ ഭയപ്പെടാനും ദൈവത്തിൽ വിശ്വസിക്കാനും നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചിലരെയൊക്കെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കും ദൈവം. ഈ ജീസസ് എവരിഡേ പ്രാർത്ഥന അങ്ങനെ ഉണ്ടായി വന്നതാണ്. ഇത് മലയാളക്കരയ്ക്കും മറ്റുള്ളവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ. അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഓരോ കൂട്ടായ്മകളും ദൈവം വയ്ക്കുന്നത്. ഇന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വേദഭാഗം നമ്മളൊന്ന് വായിക്കുകയാണ്. സങ്കീർത്തനം 31:19-20. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. അപ്പോൾ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത്. അടുത്തത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം മറ്റുള്ളവർ കാണെ പ്രവർത്തിച്ചത്. ദൈവം പ്രവർത്തിക്കുകയല്ല, ദൈവം എല്ലാവരും കാണെ പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ എത്ര വലുതാണ്. ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം വളരെ വളരെ കാര്യങ്ങൾ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ പാലും തേനും ഒഴുകുന്ന ദേശം അനേക ജാതികളുടെ കയ്യിലായിരുന്നു. അമ്മോന്യർ, മോവാബ്യർ, പെരിസ്യർ, ഫെലിസ്തീയർ, ഇങ്ങനെ കുറേ ജാതികളുടെ കയ്യിൽ പാലും തേനും ഒഴുകുന്ന ദേശം കിടക്കുമ്പോഴും ദൈവത്തിന് അവരുടെ കയ്യിലായിപ്പോയല്ലോ എന്നുള്ളൊരു ഭാരം ദൈവത്തിനില്ല. കാരണം എന്താണ്? ആ സ്ഥലം ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന സ്ഥലമാണ്. ഒരു ദിവസം അബ്രഹാമിൻ്റെ സന്തതികൾ മിസ്രൈമിൽ നിന്ന് അബ്രഹാമിനോട് തന്നെ പറഞ്ഞു, 400 ചില്ലുവാനും വർഷം അന്യരാജ്യത്തെ സേവിക്കുക, അതിനുശേഷം വലിയ സമ്പത്തോടുകൂടി പുറപ്പെട്ടു വരും. അപ്പം ആ പുറപ്പെട്ടു വരുമ്പോൾ ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന നന്മകൾ ദൈവത്തിൻ്റെ നിയമത്തിൽ നടക്കുന്ന ഈ മക്കൾക്ക് കൊടുക്കാൻ ദൈവം നേരത്തെ കരുതി വെച്ചതാണ്. ആ സ്ഥലം അതിനു മുമ്പ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം നോക്കിക്കാണാൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 13 എൻ്റെ 13 മുതലൊക്കെ വായിക്കുമ്പോൾ ലോത്തും അബ്രഹാമും തമ്മിൽ പിരിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ തല പൊക്കി 4 ദിക്കിലേക്ക് നോക്ക്. ആ നോക്കിക്കാണുന്നതെല്ലാം നിന്റെ തലമുറയ്ക്ക് ഞാൻ തരും. അപ്പൊ അബ്രഹാം നോക്കിക്കണ്ട സ്ഥലം ദൈവം സീൽ ചെയ്തു. ഇതുപോലെ ഇതൊരു മർമ്മമാണ്. നമ്മൾ നോക്കിക്കാണുന്ന സ്ഥലമില്ലേ, വിശ്വാസ ചുവട് വെച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിയ നിങ്ങൾ നോക്കിക്കാണുന്ന സ്ഥലം, അത് ദൈവം നമ്മുടെ കയ്യിൽ തന്നെ തരാനുള്ളതാണ്. അതായത് ഈ സത്യം ഒരു ദൈവ പൈതൽ അറിയണം. ഞാനിന്ന് കഴിഞ്ഞ ദിവസം ചർച്ചിലൊരു സാക്ഷ്യം പറഞ്ഞു. അതായത് ബ്രദർ തങ്കുവിൻ്റെ, ഹെവൻലി ഫീസ്റ്റിലെ ബ്രദർ തങ്കുവിൻ്റെ സാക്ഷ്യമാണ്. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞൊരു സാക്ഷ്യം. ഇടുക്കിക്ക് മുമ്പ് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരിക്കൽ തങ്കുപേർ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു ചരിത്രം പറഞ്ഞു. കടം കയറി 2-3 കോടി രൂപ കടമാണ്. കുട്ടിക്കാനം. ഈ കുട്ടിക്കാനത്തെ തങ്കുപേർ ഒരു മാരുതി വാൻ, ഒരു പൊളിഞ്ഞ മാരുതി വാൻ മാത്രമേ ഉള്ളൂ. കടം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, വലിയ വേദനയുടെ നടുവിലാണ്. കോട്ടയത്ത് നിന്ന് കുട്ടിക്കാനത്ത് പോയി. കുട്ടിക്കാനത്താണ് ഏറ്റവും വലിയ മല. അവിടെ നിന്ന് മുകളിൽ നിന്ന് ചാകാൻ വേണ്ടി പോയതാണ്.
അങ്ങനെ ഒരു 20 മീറ്റർ കൂടി ഒരു മലയുടെ അടുത്ത് എത്തിയിട്ട് 20 മീറ്റർ കൂടി മുന്നോട്ട് പോയാൽ ആ കൊക്കയിലോട്ട് വീഴും, തകർന്ന് ചാകും. കാല് അപകടം പറ്റി നടക്കാനും ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ടും വലിയ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് തൊട്ട് സൈഡിലുള്ള സീറ്റിൽ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ മരിക്കാനുള്ളവനല്ല, നീ എനിക്ക് വേണ്ടിയുള്ളവനാണ്. ഈ വാക്ക് പറഞ്ഞു. കർത്താവ് പോയി തങ്കുപറ സ്റ്റിയറിംഗെ പിടിച്ചിട്ട് ആ മലയുടെ മുകളിൽ ഇരുന്നിട്ട് അപ്പുറത്തെ മലയിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് താൻ ഇങ്ങോട്ട് പോകുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കർത്താവ് ഇറങ്ങി വന്നപ്പോൾ ആ ആലോചന പറഞ്ഞ ശേഷം തീരുമാനമെടുക്കുന്ന സമയത്ത് നോക്കിക്കണ്ട ആ സ്ഥലമില്ലേ, ചാകാൻ ചെന്നപ്പോൾ നോക്കിക്കണ്ട മല, ആ മലയുടെ ഉടമസ്ഥൻ, ആ കണ്ട സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ ആധാരമൊക്കെ എഴുതി, ആ സ്ഥലത്തിൻ്റെ ആധാരം എഴുതി തങ്കുപറിന് വേണ്ടി കൊണ്ടുവന്ന് കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം, അതായത് നോക്കിക്കണ്ട സ്ഥലം വെറുതെ നോക്കിയതാണ്, കോട്ടയത്ത് കൊണ്ടുവന്ന് അത് കൊടുത്തു. ഇതൊക്കെ ഞാൻ കേട്ടപ്പോൾ അബ്രഹാമിൻ്റെ ചരിത്രത്തെ ഒന്നും കൂടി അത് ഉറപ്പിക്കുകയായിരുന്നു. അതായത് നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് നടക്കുന്ന നമ്മൾ, പ്രാർത്ഥനാ നിരതരായി നടക്കുന്ന നമ്മൾ ചില സ്ഥലങ്ങളെയൊക്കെ നോക്കുമ്പോൾ അതെല്ലാം നാളെ രക്ഷിക്കപ്പെടാനുള്ള ജനസമൂഹമായിട്ട് മാറാനുള്ളതാണ്. അപ്പൊ ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചതിനെ ആദ്യം ഒന്ന് ചെന്ന് നോക്കാനൊക്കെ ദൈവം അവസരം തരും. നെഹമ്യാവ് മതിൽ പണിയുന്നതിന് മുമ്പ് രാത്രി ആരും കാണാതെ ഒരു വാഹന മൃഗത്തിൻ്റെ പുറത്ത് കയറി തന്നെ പോയി ഇതെല്ലാം നോക്കിക്കണ്ടു. ഒന്ന് നോക്കിക്കാണുക എന്നുള്ളത് ദൈവം നമുക്ക് തന്നൊരു കൃപയാണ്. ആദ്യം ഒന്ന് ചുറ്റി കാണുക. ഇസ്രായേൽ മക്കൾ യെരിഹോവിന് ചുറ്റും 7 ദിവസം നോക്കി നടന്ന് കണ്ടു. 7-ാം ദിവസം 7 പ്രാവശ്യം കൂടി ഒന്ന് ചുറ്റി. എന്നിട്ടൊരാർപ്പിട്ടപ്പോൾ യെരിഹോ കോട്ടയുടെ എല്ലാ കല്ലുകളും ഒന്നിനോടൊന്ന് ബന്ധമില്ലാതെ തകർന്ന് ഭൂമിയുടെ അടിയിലേക്ക് പോയി. 2 വശത്തോട്ടും വീണില്ല, നേരെ താഴോട്ട് പോയി. ഏതെങ്കിലും ഒരു വശത്തോട്ട് വീണിരുന്നെങ്കിൽ അപകടം ഉണ്ടാകും, അവിടെ നിൽക്കുന്നവർ ചാകാം. എന്നാൽ ആരും കേടുവരാതെ ആ കോട്ടമതിൽ അങ്ങനെ തന്നെ താഴോട്ട് പോയി. ആ കോട്ടമതിലിൽ പാർത്തിരുന്ന രാഹബ് എന്നൊരു വേശ്യയുണ്ടായിരുന്നു. അവളും ഇസ്രായേലും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായതുകൊണ്ട് ആ കോട്ട മതിൽ വീഴുമ്പോൾ അവളുടെ വീടിന് മാത്രം കേടുവന്നില്ല, ആ കുടുംബത്തിലുള്ളവർ രക്ഷ പ്രാപിച്ചു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഓരോ കല്ലുകളും സൂക്ഷിച്ചത് ദൈവം തന്നെയാണ്. ഏത് കല്ല് താഴണം, ഏത് കല്ല് നിലനിൽക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന കർത്താവാണ്. അതുകൊണ്ടാണ് പള്ളിയുടെ പണി മനോഹരം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. കർത്താവിനറിയാം ഇത് ഇടിഞ്ഞു പോകാനുള്ളതാണ്. ചിലത് കാണുമ്പോഴറിയാം ഇത് പണിയപ്പെടാനുള്ളതാണ്. അപ്പം ഇടിഞ്ഞു പോകാനുള്ള പള്ളി യേശു നോക്കിക്കണ്ടു, അത് ഇടിഞ്ഞു പോയി. ഇടിഞ്ഞു പോകാനുള്ള യെരിഹോ കോട്ട നമ്മുടെ പിതാക്കന്മാർ നോക്കിക്കണ്ടു, അത് ഇടിഞ്ഞു പോയി. പണിയപ്പെടാനുള്ള സ്ഥലം അബ്രഹാം നോക്കിക്കണ്ടു, അത് പണിയപ്പെട്ടു. ഇന്നിത് കേൾക്കുമ്പോൾ നിന്റെ നോട്ടം ആത്മാവിൽ നിറഞ്ഞ് നീ ചില കാര്യങ്ങൾ നോക്കുന്നില്ലേ? ആത്മാവിൽ നിറഞ്ഞ് നീ നോക്കിക്കാണുന്ന സ്ഥലങ്ങൾ അത് നിനക്കുള്ളതാണ്. ദൈവം തിരഞ്ഞെടുത്ത നീ നോക്കിക്കാണുന്നതെല്ലാം അതൊക്കെ നാളെ നിന്റെ നന്മയായിട്ട് മാറും. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമത്തിൽ വായിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവമോ തൻ്റെ ആത്മാവിൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഉറപ്പാണ്, എനിക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്.
വേറെ എല്ലാവരും പറയും ഇവനൊന്നുമില്ല, ഇവൻ ഈ ബൈബിളും പിടിച്ച് നടക്കുന്നതുകൊണ്ട് ഇവൻ ഒരു ഭാവിയില്ല. നമുക്കറിയാം, ആത്മാവിലറിയാം, പ്രാർത്ഥിക്കുന്നവർക്കറിയാം, എനിക്ക് വേണ്ടി ദൈവം കാര്യമായിട്ട് എന്തോ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമാണ്. മഹാപ്രതിഫലമുള്ള ധൈര്യം ഇതാണ്. നമ്മുടെ ധൈര്യം എന്താണ്? ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വെക്കുന്ന ദൈവമാണ്. നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയപ്പോഴേ ദൈവം എല്ലാം ഒരുക്കി കഴിഞ്ഞു. അതായത് കോരശ് എന്ന ഒരു അന്യജാതിക്കാരനായ രാജാവിനെ ദൈവം വിടുതലിന് വേണ്ടി, ദൈവമക്കളുടെ വിടുതലിന് വേണ്ടി ഒരുക്കി. ഇതുപോലെ ദൈവമക്കൾ പാപം ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെ ചിതറിക്കും, ബാബിലോണിയർ നിങ്ങളെ പിടിച്ചുകൊണ്ടു പോകും. ആ ദൂത് പറയുന്നതിന് മുമ്പ് തന്നെ ദൈവം രക്ഷകനെ കുറിച്ച് 45 യെശയ്യാവ് 45 പറയുന്നു. കോരശ്, അവനെ ഞാൻ എഴുന്നേൽപ്പിക്കും, ഞാൻ അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എസ്രയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കോരശിൻ്റെ ശബ്ദം നമുക്കവിടെ കേൾക്കാം. ദൈവം ഈ ഭൂമിയെ എനിക്ക് തന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലയം പണിയാൻ എൻ്റെ ഒപ്പം ഉണ്ടോ? ഇല്ലേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയും കൂടി ഇതിനകത്ത് ചേർക്കാം. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചത് രാജാക്കന്മാരെ പോലും അതിനകത്ത് ദൈവം ഒരുക്കി. കാരണം തൻ്റെ മക്കൾക്ക് ചെയ്യാൻ കഠിനമായ കാര്യങ്ങൾ ചെയ്യാൻ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ, ഏറ്റവും വലിയ സമ്പത്തും ഐശ്വര്യമുള്ളവരെ, ഇവരെ മടക്കിക്കൊണ്ടുവന്ന് ആലയം പണിയാനൊക്കെ ദൈവം കരുതി. ദൈവം കരുതുന്ന ദൈവമാണ്. വേദപുസ്തകം വായിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ക്ഷീണിക്കില്ല, ഒരിക്കലും തളരില്ല. അല്ലാത്തവരാണ് ദൈവമേ ഞാൻ മടുത്തു. നീ മടുത്തതിൻ്റെ കാരണം നീ വേദപുസ്തകം വായിക്കുന്നില്ല, നീ ക്ഷീണിക്കുന്നതിൻ്റെ കാരണം നീ ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുന്നില്ല. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് ആത്മാവിൽ വെളിപ്പെടുത്തും. നീ ആത്മാവിൽ നിറയും. ദൈവമോ തൻ്റെ ആത്മാവിൽ അത് നമുക്ക് വെളിപ്പെടുത്തും. ഒന്നും ദൈവം വെളിപ്പെടുത്താതെ പോവുകയില്ല. വാഗ്ദത്തം നമുക്കും നമ്മുടെ മക്കൾക്കും ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായി എല്ലാവർക്കും ഉള്ളതാണ്. പരിശുദ്ധാത്മാവും അതുപോലെ ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ വാഗ്ദത്തങ്ങളാണ്. അപ്പോൾ മരണത്തിനപ്പുറമുള്ള സ്വർഗം മാത്രമല്ല നമ്മുടെ വാഗ്ദത്തം. ഈ ഭൂമിയിൽ 100 മടങ്ങ് വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ. ഇത് ലഭിക്കാത്ത ആരുമില്ലെന്ന് യേശു ഉറപ്പ് പറഞ്ഞു. സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് ദൈവം. അതുകൊണ്ട് ആരും തളരരുത്. നിങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുക, ദൈവത്തെ കാത്തിരിക്കുക. വിശ്വാസത്താൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതിനെ നോക്കി കാണുക, ആത്മാവിൽ കാണുക. നോക്കി കാണുന്നതിനെയെല്ലാം നാളെ അടുത്ത തലമുറയിലേക്ക് ദൈവം കൈമാറാൻ, നിങ്ങളുടെ കാലത്തും അത് സ്വന്തമാക്കാൻ ദൈവം അതിനുള്ള വഴികൾ ഒരുക്കും. ഈ ദൂതുകളെ പിടിക്കുക. എന്നോടാണ് ഈ പറയുന്നതെന്ന് പറയുക. നിങ്ങൾക്ക് വേണ്ടി കരുതിയതിലേക്ക് കാലൂന്നുക, വിശ്വാസത്താൽ സഞ്ചരിക്കുക, സ്വന്തമാക്കുക, തലമുറയ്ക്ക് വേണ്ടി കൈമാറുക. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ കേട്ട വചനങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ വിശ്വാസവും ചൈതന്യവും ദൈവകൃപയും അനുഗ്രഹവുമായി മാറട്ടെ. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇവർ തിരിച്ചു പിടിക്കട്ടെ. ജീവിതത്തിൽ മടുപ്പുകളെല്ലാം മാറ്റി ഒരു വിശ്വാസത്തിൽ ചിറകടിച്ച് കയറട്ടെ. പ്രാർത്ഥിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കും. സൗഖ്യങ്ങൾ നടക്കട്ടെ. എല്ലാവിധ ക്ഷീണങ്ങളും ഇവരെ വിട്ട് മാറട്ടെ. ഇവരുടെ ആയുസ്സിനെ കുറക്കുന്ന എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ മാറട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. മുഴകളാക്കി അതിനെ വലുതാക്കി ട്യൂമർ എന്ന ഭയത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നത്തേതിനെ ക്യാൻസറാക്കുന്ന ഈ കാലഘട്ടത്തിലെ ഭയങ്ങൾ ഇവരിൽ നിന്ന് പുറത്തു പോകട്ടെ. ദീർഘായുസ് കൊണ്ട് തൃപ്തി ഉണ്ടാകട്ടെ. എല്ലാ ഉറവകളും വഴികളും തുറക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് നല്ല വലിയ വിശാലമായ സ്ഥലങ്ങളിൽ അഡ്മിഷനുകൾ ഉണ്ടാകട്ടെ. കുട്ടികൾക്ക് വേണ്ടി നല്ല വിദ്യാഭ്യാസ ഭാവിക്ക് വേണ്ടി
സാമ്പത്തികമായ ഉറവകൾ യേശുവിൻ നാമത്തിൽ ഇത് കേൾക്കുന്ന കുടുംബങ്ങളിൽ തുറന്നു വരട്ടെ. ഒരു സമൃദ്ധിയുടെ സാക്ഷ്യം ഇവരെ കുറിച്ച് കേൾക്കാൻ ഇടയാക്കണം യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ മീറ്റിങ്ങുകളിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ 1 മിനിറ്റിൽ താഴെ ഒരു ഓഡിയോ ആയിട്ട് നിങ്ങൾ ഇടാമോ? ഞങ്ങൾക്ക് അടുത്ത മീറ്റിങ്ങിലൊക്കെ സാക്ഷ്യമായി പറയാനാണ്. അത് നിങ്ങൾ പറയുമ്പോൾ കർത്താവിന് ധാരാളം മഹത്വം ഉണ്ടാകാനിടയാകും. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.